ഈ വീഡിയോ പഴയ തലമുറയെക്കുറിച്ചാണ് എന്ന് കരുതി പുതിയ തലമുറ സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്കും ഇത് ഉപയോഗപ്പെട്ടേക്കാം. ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ, അതായത് 20-30 വർഷങ്ങൾക്കിടയിൽ ജീവിക്കുന്നവർ, ഇവരെയാണ് നമ്മളൊരു തലമുറ എന്ന് പറയുന്നത്. ഇവർക്കിടയിലേക്കാണ് പുതിയ തലമുറ ജനിച്ചു വീഴുന്നത്. ഇതിനിടയിൽ സംഭവിക്കുന്ന ചിലതൊക്കെയുണ്ട്. പഴയ തലമുറ ടെക്നോളജി പഠിച്ചെടുക്കാൻ ഏറെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പുതിയ തലമുറ പുതിയ ടെക്നോളജിയുമായി എത്രയും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്നു. ഇതിലൊന്നും കാര്യമില്ല. ടെക്നോളജി ഇത്രയധികം വികസിപ്പിക്കാത്ത കാലത്തും നമ്മളൊക്കെ ജീവിച്ചിരുന്നതാണ്. ഇത്തരം ചിന്താഗതിയാവും പലപ്പോഴും പഴയ തലമുറയെ നയിക്കുന്നത്. ഇത് പുതിയ തലമുറയോടുള്ള പുച്ഛങ്ങൾ എന്ന സംഭാഷണത്തിലായിരിക്കും അവസാനിക്കുക. പുതിയ തലമുറ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിലൂടെ ആയിരങ്ങളോട് സംവദിക്കുമ്പോൾ ഇതിനെല്ലാം പുറത്തു നിൽക്കുന്ന പഴയ തലമുറ ഒറ്റപ്പെടുന്നു. ടെക്നോളജിയുടെ മാറ്റത്തെ പോലെ തന്നെ പ്രധാനമാണ് സാംസ്കാരികപരമായ മാറ്റവും, അതായത് കൾച്ചറൽ ഷിഫ്റ്റ്. പുതിയ തലമുറയിൽ ജെൻഡർ റോൾസിൽ മാറ്റം വരുന്നു. അണുകുടുംബ വ്യവസ്ഥയായതിനാൽ കുടുംബത്തിലെ മുതിർന്നയാളെ കേന്ദ്രീകരിച്ചുള്ള നേതൃത്വം ഇന്ന് ഇല്ലാതാവുന്നു. അതായത് സ്ത്രീയും പുരുഷനും ഒരുപോലെ അധ്വാനിച്ചാണ് ഇന്ന് കുടുംബം പോറ്റുന്നത്. ലൈഫ് സ്റ്റൈലിൽ കാര്യമായ മാറ്റം വരുന്നു. കുടുംബ പാരമ്പര്യവും കെട്ടുപാടുകളും പൊട്ടിച്ച് അവർ ലോകത്തിൻ്റെ മറ്റു കോണുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. തലമുറയുടെ ജോലി സമയം 8 മണിക്കൂറോ 9 to 5 ഒന്നുമല്ല. 5 മണിക്ക് സൈറൻ അടിച്ചാൽ ജോലി അവസാനിപ്പിച്ചിരുന്ന പഴയ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ജോലി സമയത്തിന് ശേഷം മെയിലുകൾ, വാട്സപ്പ് കോളുകൾ, അതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകൾ, അങ്ങനെ പോകുന്നു പുതിയ തലമുറയുടെ വർക്ക് പ്രഷർ. ഈ പ്രഷറൊന്നും ഒരിക്കലും പഴയ തലമുറ അനുഭവിച്ചു കാണില്ല. റെഡ്ബുൾ എന്ന എനർജി ഡ്രിങ്കിനെ കുറിച്ച് പഴയ തലമുറ കേട്ടു കാണുക പോലുമില്ല. എന്നാൽ സ്വന്തം ജോലി ചെയ്യാൻ വേണ്ടി എനർജി ഡ്രിങ്ക് കഴിക്കേണ്ടി വരുന്നവൻ്റെ അവസ്ഥ പഴയ തലമുറയ്ക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഓൾഡേജ് ഹോമുകളെക്കുറിച്ച് പഴയ തലമുറ വാചാലപ്പെടാറുണ്ട്, ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ഇതേ തലമുറ തന്നെയാണ് സ്വന്തം മക്കളെയോ പേരക്കുട്ടികളെയോ ഒക്കെ ഡേ കെയർ സെൻ്ററുകളിൽ കൊണ്ടാക്കുന്നതും. 1-2 വയസ്സുള്ള ഒരു കുഞ്ഞും എന്നെ ഡേ കെയർ സെൻ്ററിൽ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ലല്ലോ. തലമുറകൾ തമ്മിലുള്ള മറ്റൊരു പ്രശ്നമാണ് തലമുറ വിടവ്. യുവതലമുറ സ്വാതന്ത്ര്യത്തിനും വ്യക്തിത്വത്തിനും പ്രാധാന്യം നൽകുമ്പോൾ പഴയ തലമുറ കൂട്ടുത്തരവാദിത്തത്തിനും പാരമ്പര്യത്തിനും പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയറുകളും. പഴയ തലമുറ ഫേസ് ടു ഫേസ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ പുതിയ തലമുറ ഡിജിറ്റലായിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. അവർ ആയിരങ്ങളിലേക്കും 10,000-ങ്ങളിലേക്കും തൻ്റെ സന്ദേശം കൈമാറുന്നു, തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നു. വാട്സപ്പിലും മെസ്സഞ്ചറിലും ദിവസേന കുടുംബക്കാരെയും ബന്ധുക്കളെയും കാണാൻ തുടങ്ങിയതോടുകൂടി കദളിവാഴ കയ്യിലിരുന്ന് കാക്ക വിരുന്നു വിളിച്ചാലും വിരുന്നുകാരൻ വരാതായി. പഴയ തലമുറ യുവതലമുറ വീക്ഷിക്കുന്ന പുരോഗമനപരമായ മാറ്റങ്ങളെ എതിർത്തേക്കും. ഭക്ഷണം, വസ്ത്രം, അങ്ങനെ പോകുന്നു അത്. എന്നാൽ പഴയ തലമുറയുടെ പഴയ ഫോട്ടോയോ മറ്റോ ഒന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം. ബെൽബോട്ടം പാൻറ്റും ഇട്ട് ഹിപ്പി മുടിയും വളർത്തി നടന്നിരുന്ന ഒരു തലമുറയെ. അവരായിരുന്നു ഇന്നത്തെ പഴയ തലമുറ. നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. പുതിയ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെന്ന് കുറേ കാലമായി കേൾക്കുന്ന ഡയലോഗാണ്. ഇതിനൊരു മറുപടിയേ ഉള്ളൂ. ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ മദ്യപിക്കുന്ന ഒരു സീനുണ്ട്. പഴയ തലമുറയിലെ കുറച്ച് പേർ ചേർന്ന് ചീട്ട് കളിച്ച് മദ്യപിക്കുന്ന സീൻ. ആ സീനിനിടയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്: പുതിയ തലമുറയെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെന്ന്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അല്ലാതെ നമുക്ക് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയില്ല. ട്യൂഷൻ ക്ലാസ്, കരാട്ടെ ക്ലാസ്, മ്യൂസിക് ക്ലാസ്, അങ്ങനെ പോകുന്നു ഇന്നത്തെ ബാല്യം. HR-ന്റെ ഫയറിംഗ് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം പഴയ തലമുറയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. EMI, ബാങ്ക് ലോൺ, ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്നെടുത്ത് മറ്റൊരു ക്രെഡിറ്റ് കാർഡിൽ പണമടയ്ക്കൽ, ഇതൊന്നും പഴയ തലമുറയ്ക്ക് ശീലമുണ്ടാവില്ല. 20-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ചിലവഴിക്കാൻ എത്ര സമയമെടുക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ലക്ഷങ്ങൾ കയ്യിലുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ സ്വീകരണമുറിയിലെ സോഫയിൽ മലർന്നു കിടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അത് ചിലവഴിക്കാം. കാലമേറെ മാറിയിരിക്കുന്നു. പഴയ തലമുറയുടെ ജീവിത ചെലവല്ല പുതിയ തലമുറയുടേത്. ഇന്ന് 50 വയസ്സിലധികം പ്രായമുള്ള ഒരാൾ തൻ്റെ കല്യാണത്തിന് മേക്കപ്പിനായി എത്ര രൂപ ചെലവഴിച്ചു എന്ന് അന്വേഷിച്ചു നോക്കൂ. ഒരു കുട്ടിക്കൂറ പൗഡറും കൺമഷിയും കുറച്ച് പൊട്ടുമുണ്ടെങ്കിൽ, വീട്ടത്തെ മുല്ലയും ഉണ്ടെങ്കിൽ അന്ന് മേക്കപ്പ് പൂർണ്ണമായി. എന്നാൽ ഇന്നങ്ങനെയല്ല, അത് ലക്ഷങ്ങളിലേക്ക് വരും. വിപണി പുതിയ തലമുറയെ വല്ലാതെ വലിഞ്ഞു മുറുക്കുന്നു. മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ പഴയ തലമുറ പുതിയ ടെക്നോളജിയും ഐഡിയയും പുതിയ തലമുറയിൽ നിന്ന് ഉൾക്കൊള്ളുക. പുതിയ തലമുറ പഴയ തലമുറയുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക. ഇവ രണ്ടുമാണ് ഇന്ന് അത്യാവശ്യം. ജനറേഷൻ ഗ്യാപ്പ് പല പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പക്ഷേ അത് പരസ്പരം പഠിക്കാനും വളരാനുമുള്ള അവസരമാക്കി മാറ്റുകയാണ് വേണ്ടത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.